ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഓശാന ഞായറാഴ്ചയുടെ കുരുത്തോല തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഈ വിശുദ്ധ വാരം ഒരു പുറപ്പാടാണ്. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ, നവീകരിക്കുവാൻ, എന്നിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ വ്യക്തിയെ ധരിച്ച് നല്ലൊരു ഈസ്റ്റർ ക്രിസ്ത്യാനിയായി മാറാനുള്ള ഒരു പുറപ്പാടാണ്. അതുകൊണ്ട് നമ്മുടെ വചന വിചിന്തനം ഓശാന ഞായറാഴ്ചയെക്കുറിച്ച് മാത്രമായിരിക്കും. അപ്പം ഓശാന ഞായറാഴ്ച തീർച്ചയായിട്ടും വിശുദ്ധി പ്രാപിക്കുവാൻ, അതുപോലെ തന്നെ സ്വയം ശുദ്ധീകരിക്കുവാനുള്ള അവസരമാണ്. ഈ ഓശാന ഞായറാഴ്ച പ്രവചന, മെസ്സയാനിക, പുരോഹിത, രാജകീയ അടയാളമാണ്. 4 പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ദൈവ രാജ്യ സന്ദേശത്തിന് പ്രത്യുത്തരം നൽകുവാനായിട്ട് വിസമ്മതിച്ച വ്യക്തികളെ തട്ടി ഉണർത്താനുള്ള ഒരു പ്രദക്ഷിണമാണ്. പ്രവാചകരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന പാരമ്പര്യമുള്ള നാട്ടിലേക്കുള്ള യേശുവിൻ്റെ ഒരു യാത്രയാണ്. അപ്പോൾ യേശുവിനറിയാം പ്രവാചകൻ്റെ അന്ത്യമാണ് തൻ്റെ മുൻപിലുള്ളതെന്ന് അറിഞ്ഞിട്ടും ഈശോ തൻ്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറുന്നില്ല. അതിനാൽ നമുക്ക് ഓശാന ഞായറാഴ്ചയുടെ ആഴങ്ങളിലേക്ക് ഉൾക്കയിട്ടിറങ്ങുവാൻ G.K. ചെസ്റ്റർട്ടൻ്റെ ഒരു കവിതയിൽ ചിന്ത ആരംഭിക്കാം. കുറേ നാളുകൾക്ക് മുൻപ് +2 സ്റ്റുഡൻസിന് പഠിക്കുവാനുണ്ടായ G.K. ചെസ്റ്റർട്ടൻ്റെ കവിതയാണ് ഡോങ്കി വിത്തൗട്ട് ക്രൈസ്റ്റ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം ഓശാന ഞായറാഴ്ചയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സുന്ദരമായ കവിതയാണ്. അത് ഈ കാണുന്ന കവിയുടെ തികച്ചും വ്യത്യസ്തമായൊരു ഭാവനയാണ്. ചെസ്റ്റർട്ടൺ പറയുന്നത് വിജയശ്രീലാളിതനായി ജെറൂസലേമിലേക്ക് പ്രവേശിച്ച കർത്താവല്ല സന്തോഷിച്ചത്, കഴുതയാണ്. കഴുത ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ, ഇന്നെങ്കിലും എൻ്റെ വ്യക്തിത്വത്തെ മാനിച്ചല്ലോ, ഐഡൻറ്റിറ്റിയെ മാനിച്ചല്ലോ. ഈ ആൾക്കാർ എന്നെ കണ്ടിട്ട് ഇത്രയ്ക്ക് വലിയ ആവേശമോ? ഒലിവില വീശുന്നു, ഓശാന പാടുന്നു, ഉടുതിന് വിരിച്ചിടുന്നു. ഇപ്പം കഴുത കരുതിയത് തന്നെ കണ്ടിട്ടാണ് ഈ ജെറൂസലേം മുഴുവനും ഇളകി അതുകൊണ്ട് തന്നെ പൂർവാധികം സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് കർത്താവിനെ കൊണ്ട് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി ഇതുപോലത്തെ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. അന്ന് രാത്രി സുന്ദരമായിട്ട് കിടന്നുറങ്ങി. അതിരാവിലെ എഴുന്നേറ്റു. എന്തിനെന്നോ? ഒരു വട്ടം കൂടി ഒലിവില പാടിയ ഓശാന ഗീതി ഒരാവർത്തി കേൾക്കാൻ വേണ്ടി ചാടി എഴുന്നേറ്റപ്പോൾ എല്ലാം ശോകമുഖമാണ്. ഒലിവില പാടിയ ഓശാന ഗീതിയില്ല, ഉടുതിന് വിരിക്കാൻ ആരുമില്ല. കഴുത ചിന്തിക്കണം, ദൈവമേ, എന്തു പറ്റി ഈ ജനതയ്ക്ക്? എവിടെ പോയി ഒളിച്ചു ഈ ആവേശം? 4 പാടും നോക്കിക്കഴിഞ്ഞപ്പോൾ ആരെയും കാണുന്നില്ല. പക്ഷെ തൻ്റെ യജമാനൻ അലക്കുകാരൻ അലക്കി വെളുപ്പിച്ച് തൂമഞ്ഞു പോലെ വെളുപ്പിച്ച വസ്ത്രം കണ്ടപ്പോൾ പഴയ ഓർമ്മ വെച്ച് ചെളിപുരണ്ട കാലും ചവിട്ടി തുള്ളിച്ചാടി ഈ അലക്കി വിരിച്ചിട്ട വസ്ത്രത്തിലൂടെ കടന്നുപോയി. ഒട്ടും വൈകിയില്ല. അലക്കുകാരൻ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കഴുത തുള്ളിച്ചാടി താൻ അലക്കിയിട്ട വസ്ത്രത്തിൻ്റെ മുകളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ചാട്ടവാറെടുത്ത് നടുമ്പുറത്ത് കൊടുത്തു. അടി കൊണ്ട് കഴുത കുഴഞ്ഞ് താഴെ വീണപ്പോഴാണ് ഒരു വീണ്ടും വിചാരം, ഇന്നലെ എന്നെ കണ്ടതുകൊണ്ടല്ല ജനം ഇളകി വശായതും ഒലിവില വീശിയതും ഓശാന ഗീതി പാടിയതും ഉടുതിന് വിരിച്ചിട്ടതും എൻ്റെ മുകളിൽ കർത്താവുള്ളത് കൊണ്ടാണ്. ഇന്ന് ഞാനോ കർത്താവില്ലാത്ത കഴുത. കവിത തീർന്നു, കാര്യം ബാക്കി. അതെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. വാഗ്ദത്ത പേടകം കൊണ്ടുപോയത് എങ്ങനെയാ? കരുവേല കൊണ്ട് നിർമ്മിച്ച ആ ഒരു പേടകം, അതിൻ്റെ ഉള്ളിൽ കൽപ്പനയുണ്ട്, മന്നയുണ്ട്, അഹ്റോൻ്റെ വടിയുണ്ട്. അത് ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. അതിനെ കൊണ്ടുപോകുവാൻ ആരും കയറാത്ത കഴുതപ്പുറത്താണ് കൊണ്ടുപോകുന്നത്. അത് വളരെ മനോഹരമാണ്. അതുപോലെ പുതിയ നിയമത്തിൽ ഇതാ ഉടമ്പടിയാണ്. പഴയ നിയമത്തിലെ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അതായത് പ്രവചന, മെസ്സയാനിക, പുരോഹിത, രാജകീയ അടയാളമാണ് ഈശോ. അങ്ങനെ ഈശോയും കൊണ്ട് പോകുമ്പോൾ ആരും കയറാത്ത കഴുതയാണ് ഈശോ തിരഞ്ഞെടുത്തത്. ഇനി ഈ തിരഞ്ഞെടുപ്പിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നൊരു പ്രത്യേകത,
ഈശോ അല്ലെങ്കിൽ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ: വിക്കനായ മോസസ്, ഇടയച്ചെറുക്കനായ ദാവീദ്, ബാലനായ സാമുവേൽ, പാഠവുമില്ലാത്ത ഏശയ, ഇങ്ങനെയുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുക. പുതിയ നിയമത്തിൽ ആരും കയറാത്ത ഇടങ്ങളിലേക്കാണ് ദൈവം കടന്നു വരുന്നത്. ആരും പിറക്കാത്ത അമലോത്ഭവമായ പരിശുദ്ധമായ പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരം, പിന്നീട് പിറക്കുവാൻ ആരും ഇന്നുവരെ പിറക്കാത്തൊരു പുൽക്കൂട്, പരസ്യ ജീവിതത്തിൽ ദൈവവചനം പ്രഘോഷിക്കുവാൻ ആരും കയറി പ്രസംഗിക്കാത്ത പത്രോസിൻ്റെ വഞ്ചി, പിന്നീട് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുവാൻ ആരും അന്നുവരെ കയറാത്ത ഒരു കഴുത, പെസഹ ആചരിക്കുവാൻ ആരും പെസഹ ആഘോഷിക്കാത്ത വിശാലമായ മാളികമുകൾ, ഈശോ മരിക്കുന്നതോ ആരും മരിക്കാത്ത ഒരു മരക്കുരിശിൽ, ഈശോയെ അടക്കം ചെയ്തതോ ആരെയും അടക്കം ചെയ്യപ്പെടാത്ത അരിമത്തേക്കാരൻ ജോസഫിൻ്റെ കല്ലറ. സന്ദേശം വ്യക്തം, അത് ഹ്രസ്വം. അപ്പോൾ ഓശാന ഞായറാഴ്ച നമുക്ക് നൽകുന്ന സന്ദേശം ഈ വിശുദ്ധ വാരത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് പവിത്രമായിട്ട് വേണം നമ്മൾ പെസഹ ആചരിക്കുവാൻ, ദുഃഖവെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ, ഒടുവിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്ധാനം ഉണ്ടാകുവാൻ. ഓശാന ഞായറാഴ്ച വിളിക്കുന്ന ആ വാക്ക്, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുഷിയാന, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. കാരണം പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ ഈ കഴുതപ്പുറത്ത് കയറി വരുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും വലിയ സമാധാനവാഹകരാണ്. അതുകൊണ്ട് ജനം ഇളകി വശാകും. ആ യേശു കടന്നു വരുന്ന ആ ഒരു സാഹചര്യം, ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇവരെ രക്ഷ നൽകണേ, സമാധാനം നൽകണേ, മനഃശാന്തി തരണേ, രോഗശാന്തി തരണേ എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥനയാണ്. ഇന്നും ഒട്ടും വ്യത്യാസമില്ല. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ 2026 എന്തു സംഭവിക്കുന്ന അറിയില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഖുഷിയാന, കർത്താവെ രക്ഷിക്കണേ. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, അത് മറ്റു രാജ്യങ്ങളിൽ കാട്ടുതീ പോലെ പടരുകയാണ്. കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയ ആൾക്കാർ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഹോട്ടലെല്ലാം അടഞ്ഞിരിക്കുകയാണ്, പട്ടിണിയായി പോച്ച, ഗ്യാസ് കിട്ടാനില്ല അച്ഛാ, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഖുഷിയാന, കർത്താവെ രക്ഷിക്കണമേ, ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ നമുക്ക് ഈ ഓശാന ഞായറാഴ്ച വളരെ സന്തോഷത്തോടെ പ്രവേശിക്കുകയും ഈ ദിവസങ്ങളിൽ നല്ല കുമ്പസാരം നടത്തി എന്നിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഒരു പുതിയ വ്യക്തിയെ ധരിച്ച് നമുക്ക് ഈ വിശുദ്ധവാരം കൊണ്ടാടുവാനുള്ള ജഡത്തിൻ്റെ വ്യാപാരങ്ങളാകുന്ന നമ്മുടെ അശുദ്ധിയുടെ പാപമാകുന്ന ചെരുപ്പഴിച്ചു മാറ്റി വിശുദ്ധിയുടെ ചെരുപ്പണിഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ള കൃപ നമുക്ക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഖുഷിയാന, കർത്താവ് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് ഈശോയെ ഈ ഓശാന ഞായറാഴ്ച ആഗോള കത്തോലിക്ക സഭയെയും ഈ പ്രപഞ്ചത്തെ മുഴുവനും യുദ്ധം നടക്കുന്ന യുദ്ധഭൂമിയെയും ഒക്കെ സമർപ്പിക്കുന്നു. അസ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ രോഗരാഷ്ട്ര തലവന്മാരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, അവർക്ക് സുബോധം കൊടുക്കണമേ, എല്ലാം ശാന്തമാകുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശിഥിലമായിരിക്കുന്ന, തമ്മി തല്ലി പിരിഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾ, ഡിവോഴ്സിന്റെ വക്കിലായിരിക്കുന്ന വ്യക്തികൾ, കലഹിച്ചു കഴിയുന്ന കുടുംബങ്ങൾ, കുടുംബത്തിന്റെ ശാരീരിക, മാനസിക, ആത്മീയ, ഭൗതിക നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഖുഷിയാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.